സക്സസ് അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ സെക്ഷനിലൂടെ SSC GDൻ്റെ അടുത്തൊരു 5th റീസണിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 11th January 2023 ഷിഫ്റ്റ് 2 ചോദിച്ച റീസണിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? സീരീസ് ഇതാണ് 5, 11, 23, 47, 95. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം വേണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്പർ സീരീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് 191, 196, 181 ആൻഡ് 161. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്തിരിക്കണം നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയത് 5 ഇൻറ്റു 2 നമുക്കറിയാം 10 ആണ്, പ്ലസ് 1 ആണ്. അപ്പം ഇൻറ്റു 2 പ്ലസ് 1. ഇനി അടുത്തത് 11 ഇൻറ്റു 2 22 പ്ലസ് 1 23. ഇനി ആ ഒരു കണക്ഷൻ 23, 47. നോക്കിയാൽ 23 ഇൻറ്റു 2 എത്ര? 46 പ്ലസ് 1 47. ഇനി 47 ഇൻറ്റു 2 എത്ര വരും? 94 പ്ലസ് 1 95. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? ഇൻറ്റു 2 പ്ലസ് 1. ഓക്കെ, ഇനി 95 ഇൻറ്റു 2, 90 ഇൻറ്റു 2 നമുക്കറിയാം 180. 5 ഇൻറ്റു 2 10, 180 പ്ലസ് 10 190, 190 പ്ലസ് 1 എത്ര വരും? 191. ഓക്കെ അല്ലേ? 95 ഇൻറ്റു 2 പ്ലസ് 1 അതായത് 191, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഓക്കെ, സെയിം റിലേഷൻഷിപ്പ്. ഇവിടെ എന്താണ് സെറ്റ് തന്നിരിക്കുന്നത്? 2 സെറ്റ് ഉണ്ട്. 6, 135, 9. അടുത്തത് 13, 261, 16. അപ്പോൾ ഈ 2 സെറ്റിനോടും സിമിലർ ആയിട്ടുള്ളത് ഓപ്ഷൻസിൽ ഏതാണ്? അപ്പോൾ ഇവിടെ നോക്കിയേ, ഓരോ സെല്ലിലും 3 നമ്പർ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. ഓക്കെ, ഇനി ഈ സെല്ലിലെ കണക്ഷൻ നോക്കാം. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ എത്ര വരും? അതായത് 9 പ്ലസ് 6 15. ഇനി 15 നമുക്കറിയാം 135ൻ്റെ മൾട്ടിപ്പിളാണ്. 15 ഇൻറ്റു 9 ആണ്. 15 ഇൻറ്റു 10 നമുക്കറിയാം 150 ആണ്. 150ന് 15 മൈനസ് ചെയ്താൽ 135. അപ്പോൾ 15 ഇൻറ്റു 9 135. ഓക്കെ അല്ലേ? ആ ഒരു കണക്ഷൻ ഈ ഒരു റിലേഷനിൽ ഫോളോ ചെയ്യേണ്ടത് നോക്കാം. 13, 261, 16. അപ്പോൾ ഇവിടെ നോക്കിയേ, 13 പ്ലസ് 16 എത്ര വരും? ഇത് പ്ലസ് ചെയ്യാൻ നേരത്ത് 13 പ്ലസ് എത്ര വരും? 29. 29 ഇൻറ്റു ഇവിടെ എന്താ ചെയ്തത്? ഇൻറ്റു 9. ഓക്കെ, ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക്? 9 ഇൻറ്റു 9 1 ആണ് യൂണിറ്റ് ഡിജിറ്റ്. ഇനി 30 ഇൻറ്റു 9 നമുക്കറിയാം എത്ര വരും? 270 ആണ് അല്ലേ? 30 ഇൻറ്റു 9 ആണ് 270 ആണ്. അപ്പോൾ 29 എന്ന് പറയുമ്പോൾ 9 മൈനസ് ചെയ്യുക എത്ര വരും? 261. ഓക്കെ അല്ലേ? അപ്പോൾ 29 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 290 29 മൈനസ് ചെയ്യുക 261. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ എന്താണ്? ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ ഇനി ഇൻറ്റു 9. അപ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ ഇൻറ്റു 9 സെക്കൻഡ് നമ്പർ. ഓക്കെ, അത് ഈ ഒരു കണക്ഷൻ ഇവിടെ നോക്കാം. അത് 11 പ്ലസ് 16 എത്ര വരും? 16 പ്ലസ് 10 26 പ്ലസ് 27. 27 ഇൻറ്റു എന്താണ്? 27 ഇൻറ്റു 9. ഓക്കെ, 9 ഇൻറ്റു 7 ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റ് വന്നത് 63 ആണ്, അല്ലെങ്കിൽ 3 വരും. ഇവിടെ എത്ര വന്നിരിക്കണം? 9. അപ്പോൾ ഈ ഒരു റിലേഷൻ കട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ 7, 216, 17. നോക്കിയേ, 7 പ്ലസ് 17 എത്ര വരും? 24. 24 ഇൻറ്റു 9. ഓക്കെ, 9 ഇൻറ്റു 4 36 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അവിടെ 6 ഉണ്ട്. ഇനി 24 ഇൻറ്റു 9. 24 ഇൻറ്റു 10 നമുക്കറിയാം 240 ആണ്. 240 മൈനസ് 24. അതായത് 10 തവണ നിന്ന് ഒരു തവണ കുറച്ച് കളയുക. അതാണ് 24 ഇൻറ്റു എത്ര വരും? 6, 1, 216. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഈ സെയിം റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യേണ്ടത് 7, 216, 70. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് 2 സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ബിലോ ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ്? 58 ഇൻറ്റു 8 മൈനസ് 48 ഡിവൈഡ് ബൈ 12 പ്ലസ് 27 ഈസ് ഈക്വൽ ടു 24. അല്ലേ? ഏത് 2 സൈൻ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ ബാലൻസ് ആവുക? അപ്പോൾ ഓപ്ഷൻ വൈസ് പോവാം. ഫസ്റ്റ് ഡിവൈഡും മൈനസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. നമ്പേഴ്സിന് ചേഞ്ച് ഇല്ല. 54 മൾട്ടിപ്ലിക്കേഷൻ ചേഞ്ച് ഇല്ല. മൈനസ് എന്താ? മൈനസും ഡിവൈഡും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഡിവൈഡ് ബൈ 48 എന്ന് പറയാം. ഡിവൈഡ് ബൈ 48 നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു 1/48 അല്ലേ? ഡിവൈഡ് ബൈ 48 ഇൻറ്റു 1/48 എന്ന് എഴുതാം. ഇനി -12 + 27 = 24.
ഓക്കെ, ഇതിൻ്റെ LHSും RHSും നോക്കാം നമുക്ക്. ഇവിടെ നോക്കി, ഇവിടെ ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓഫില്ല, ഡിവിഷൻ ഇല്ല. ആ ഡിവിഷൻ നമ്മൾ എങ്ങനെ എഴുതി? ഇൻറ്റു 1/48 എന്ന്. 8 ഡിവൈഡ് ബൈ 48 ചേഞ്ച് ചെയ്ത് എഴുതി 8 ഇൻറ്റു 1/48 അല്ലേ. ഇനി ഇത് കട്ട് ചെയ്യാൻ നേരത്തെ 8ൻ്റെ മൾട്ടിപ്പിളാണ് 6 ടൈംസ് വരും. 54/6 നമുക്കറിയാം 9 ആണ്. ഇനിയിപ്പോൾ എന്താ നമ്പേഴ്സ് ഉള്ളത്? 9 - 12 + 27 ഓക്കെ അല്ലേ. ഇനി 27 + 9 എത്ര വരും? 36 ആണ്. 36 - 12 24. ഓക്കെ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബാലൻസ് ആയി. ഏത് രണ്ട് സൈൻ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യപ്പോൾ ബാലൻസ് ആയി? ഡിവൈഡ് ആൻഡ് പ്ലസ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഡിവൈഡ് ആൻഡ് മൈനസ്, ഡിവൈഡും മൈനസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ് ആയി. ഓക്കെ ശരി, അടുത്ത ക്വസ്റ്റ്യൻ. In a certain code language, clutch is written as DN, XS, HN and credit is written as DTH, HNZ. How will wallet be written in that language? ഓക്കെ, അടുത്തൊരു കോഡിംഗ് സെക്ഷൻ ആണ്. ഓക്കെ, ഇതിനായിട്ട് ഈ ഒരു കോഡ് ഓർത്തിരിക്കുക. ഇജോട്ടി 5, 10, 15, 20, 25. അതായത് 5 പ്ലേസസിൽ വന്ന ലെറ്റേഴ്സാണ്. 5, 10, 15, 20, 25. ആ പ്ലേസിൽ വന്ന ലെറ്ററാണ് ആൽഫബറ്റിൽ ഇജോട്ടി, EJOTY. ഇത് നമുക്ക് ഇവിടുന്ന് എക്സ് വേണം. എക്സിൻ്റെ നമ്പർ തന്നെയും വൈക്ക് തൊട്ട് മുമ്പാണ് എക്സ് 24 എന്ന് കിട്ടും. ഇനി പി വേണം. പി എന്ന് പറഞ്ഞാൽ O 15 P എന്ന് പറയുന്ന നേരത്ത് 16 അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ക്ലച്ച് CLUTCH H80. ഇനി ടി എത്ര? 20. യു എത്ര? ടി കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ 21, L 12 അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ ജസ്റ്റ് അതിങ്ങനെ കൂടിയിരിക്കണം. DN X HN N14 H80 24 24 N14 D4 അല്ലേ. ഇനിത് 3 + 1 4, 12 + 2 14, 21 + 3 24, 20 + 4 24, 3 + 5 8, 8 + 6 14. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? +1 +2 +3 +4 +5 +6. ഓക്കെ, ഇനി ക്രെഡിറ്റ് എഴുതിയിട്ടുണ്ട്. അതേപോലെ അതെ ക്രെഡിറ്റ് +1 ആണെന്ന് നോക്കാം. C+1 D R18 ആണ്, T20 +2 ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും അവിടെ ഫോളോ ചെയ്തിരിക്കണം. ഇനി നോക്കിയാൽ ടി എന്ന് പറയുന്ന നേരത്ത് ഇവിടെ എത്ര ലെറ്റർ ഉണ്ട്? 1 +1 +2 +3 +4 +5 +6. T20 ആണ്. ലാസ്റ്റ് ലെറ്റർ 26 Z. ഓക്കെ അല്ലേ. നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ടത്? വാലറ്റ്. T20 ആണ്. E എത്രയാ? 5. L എത്രയാ? 12. W 23. ഓക്കെ, ഇനി എന്താ? +1 24th ലെറ്റർ +2 24th ലെറ്റർ എക്സ്. ഇപ്പോൾ എക്സ് ഉള്ള ഓപ്ഷൻ ആയിരിക്കും. എല്ലാ ഓപ്ഷനിലും എക്സ് ഉണ്ട്. ഇനി ലാസ്റ്റ് ലെറ്റർ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഇസഡും ഉണ്ട്. ഇനി സെക്കൻഡ് ലെറ്ററിലേക്ക് പോവാം. സി ആണോ O ആണെന്ന് നോക്കാം. എന്തേ ഇവിടെ എന്തായിരുന്നു? +2 തേർഡ് ലെറ്റർ വരും. സി ആണ്. +3 15 അത് O ആണ്. അപ്പോൾ XCO ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. എക്സ് ബാക്കി അവോയ്ഡ് ചെയ്യുക. ഓക്കെ, XC ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 ഓപ്ഷൻ അവോയ്ഡ് ചെയ്യുക. XCO. ഇനി +4 12 + 4 16 P ആണ്. XCOP. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ കൂടി അവോയ്ഡ് ആയി കിട്ടും. ഇനി 5 10th ലെറ്റർ J, 6 26th ലെറ്റർ Z. ഓക്കെ അല്ലേ. ശരി, select the option that is related to the 5th letter cluster in the same way as the second letter cluster is related to the first letter cluster and the 4th letter cluster is related to the 3rd letter cluster. ഇവിടെ നിന്ന് DGS PEC അതേപോലെ NST QQM ഈ ഒരു ടേം വേണം. ശരി, ഇവിടെ നോക്കിയോ. DGS S19 G7 4 ആ ഒരു കോഡ് ഓർത്തിരിക്കുക. ഇനി PEC C3 E5 P16. ഇനി ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്ന നേരത്തെ ഇതേ ഇവിടെ -2 ആണ്. ഇനി 4 -3 ആണ് 1.
ഇനി 19 മൈനസ് 3 16. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? ഫസ്റ്റ് ലെറ്റർ മൈനസ്, അതായത് ഈ ഒരു പൊസിഷനിലേക്ക് വരാം -1 ആണ്. സെക്കൻഡ് ലെറ്റർ അതേപോലെ തന്നെ സെക്കൻഡ് പൊസിഷൻ -2 ആണ്. തേർഡ് ലെറ്റർ ഫസ്റ്റ് പൊസിഷൻ -3. ശരി, ഇനി NST T20 S90 N40. ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്ന നേരത്ത് -1, അതായത് 13th ലെറ്റർ M. ഇനി S -2, അതായത് 17Q. ഇനി -3, അത്ര ഒരു 17th ലെറ്റർ Q അല്ലേ, QQM. ശരി, ഇനി നമുക്ക് എന്താ വേണ്ടത്? EHK K11 H80 E5 അല്ലേ. ഇനി ഇവിടെയാണ് -3, 11 - 3 8, -2 6, -1 4. ഫോർത്ത് ലെറ്റർ നമുക്കറിയാം ഏതാ? D. ഇനി 6th ലെറ്റർ F, 8th ലെറ്റർ HFD, ഓപ്ഷൻ C. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം. അടുത്തൊരു ബ്ലഡ് റിലേഷൻ ആണ്. ഇവിടെ നോക്കിയോ, P%Q മീൻസ് P ഈസ് ദ ബ്രദർ ഓഫ് Q. അങ്ങനെ പ്ലസ് മൈനസ് ഹാഷ് ഇങ്ങനെ സിമ്പിൾ ഉണ്ട്. ഇനി ഇഫ് A+B, ഈ ഒരു സിമ്പിൾ, ഈ ഒരു റിലേഷൻ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ഇതിൻ്റെ ഡയഗ്രാം. ഹൗ ഈസ് F റിലേറ്റഡ് ടു A? ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, A+B. അപ്പോൾ ഇവിടെ എന്താ P+Q ആയിട്ട് വന്നത്? P ഈസ് ദ ഡോട്ടർ ഓഫ് Q എന്നാ. അപ്പോൾ ആ ടൈം P+Q ആണെങ്കിൽ P ഈസ് ദ ഡോട്ടർ ഓഫ് Q. അപ്പോൾ A+B ആണെങ്കിലാ A ഈസ് ദ ഡോട്ടർ ഓഫ് B അല്ലേ. A ഈസ് ദ ഡോട്ടർ ഓഫ് B. A എന്ന് പറയുന്ന ഡോട്ടറാണ്, അതുകൊണ്ട് മൈനസ് കൊടുത്ത് ബിയുടെ ഡോട്ടർ. ശരി, ഇനി അടുത്ത ബിയും സിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന പേഴ്സൻറ്റേജാ. P%Q ആണ്. P ഈസ് ദ ബ്രദർ ഓഫ് Q. അതുപോലെ B ഈസ് ദ ബ്രദർ ഓഫ് C. സിൻ്റെ ബ്രദറാണ്, ബ്രദർ ആയതുകൊണ്ട് പ്ലസ് സിൻ്റെ ബ്രദർ B. ഇനി അടുത്തത് സിയും ഡിയും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈക്വൽ ടു. അപ്പം C D. അപ്പം C ഈസ് ദ സൺ ഓഫ് D. അപ്പം ഡിൻ്റെ സണ്ണാണ് C ഈസ് ദ സൺ ഓഫ് D. ഡിൻ്റെ സണ്ണാണ് ആര്? C. ഇനി അടുത്തത് F. അതൊരു ഹാഷ് ഇട്ടാണ്. ഡിയും എഫും ഹാഷാണ്. DF. അപ്പം D ഈസ് ദ വൈഫ് ഓഫ് F. ഇപ്പം എഫിൻ്റെ വൈഫാണ് ആര്? D. വൈഫ് ആയതുകൊണ്ട്, മാരീഡ് ആയതുകൊണ്ട് ഡബിൾ. ഇത് ബ്രദർ സിസ്റ്റർ, അതെ ഇത് ബ്രദേഴ്സ്, ഇത് മാരീഡ്. ഇപ്പോൾ എന്താണ്? D ഈസ് ദ വൈഫ് ഓഫ് F. എഫിൻ്റെ വൈഫാണ് D. ഓക്കെ, കറസ്പോണ്ടിങ് ഈ റിലേഷന് ഈ ഒരു ടൈമിലേക്ക് മാറ്റി. ഇനി ഹൗ ഈസ് F റിലേറ്റഡ് ടു A? എയും എഫും തമ്മിലുള്ള കണക്ഷൻ നോക്കിയേ. എയും എഫ്, അതായത് എഫിൻ്റെ ഫാദറിൻ്റെ F, അതായത് എയിൻ്റെ ഫാദറിൻ്റെ ഫാദറാണ് F, അതായത് ഫാദേഴ്സ് ഫാദർ അല്ലേ, ഫാദേഴ്സ് ഫാദർ. അതായത് ബീൻ്റെ സിൻ്റെ മദർ D, ഡീൻ്റെ ഹസ്ബൻഡ് F, അതായത് ബീൻ്റെ സിൻ്റെ മദർ D, ഫാദർ ആണെങ്കിൽ F അല്ലേ. അപ്പോൾ എയും എഫും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കണം? ഫാദേഴ്സ് ഫാദർ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഡയഗ്രം ഒന്ന് നോട്ട് ചെയ്യുക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് കോമ്പാറ്റ് ഈസ് റിട്ടൺ ആസ് NPD VCD ആൻഡ് അതേപോലെ ക്രിയേറ്റ് കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ ക്രെഡിറ്റ് വേണം. ഓക്കെ, ഇവിടുത്തെ പാറ്റേൺ നമുക്ക് നോക്കാം. എന്തേ കോമ്പാക്റ്റ് ഫസ്റ്റ് COMBAT അല്ലേ. അതെങ്ങനെ കോഡ് ചെയ്തിരിക്കണം? NPDVCD അല്ല. ഇവിടെ നോക്കിയാൽ C3 O15 M13 2 1 20 22 4 16 എന്നെത്രയാ? 14. നമുക്കറിയാം O15 ആണ് തൊട്ട് മുമ്പ് 14. ഇനി ഇവിടുത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹാഫ് എടുത്തതേ. 13 + 1 14, 15 + 1 16, 3 + 1 4. ഈ ഒരു പാറ്റേൺ വരും എല്ലാത്തിൻ്റെ കൂടെ +1. ഇനി അടുത്ത റിമൈനിങ് 3 ലെറ്റർ 2 + 2 4, 1 + 2 3, 20 + 2 22. ഈ ഒരു പാറ്റേൺ അടുത്ത ഹാഫിൽ +2 അല്ലേ. അത് ഇനി ക്രെഡിറ്റ് ആണെങ്കിലും അല്ല, ക്രിയേറ്റ് CREATE
CATE. C3 18. അതെങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത്? FSD പ്ലസ് 1 അതെ 85 6 19 4 5 + 1 6 18 + 1 19 3 + 1 4 അല്ലേ? ഇനി +2 ഇവിടെ ആണെങ്കിൽ +2 കണക്ഷൻ 5 20 C3 22 G7 1 1 + 2 3 20 + 2 22 5 + 2 7. ഓക്കെ അല്ലേ? നമുക്ക് ഇനി എന്തിൻ്റെ കോഡാണ് വേണ്ടത്? ജസ്റ്റ് ക്രെഡിറ്റ്. CREDIT ഹാഫാക്കി ഈ ഒരു പാറ്റേണിൽ +1 ഇവിടെ +2. ഇനി T എത്ര? 20 I9 D4 E5 18 C3 അല്ലേ? കറസ്പോണ്ടിങ് നമ്പർ. ഇനി +1 6 +1 19 +1 4 ഫോർത്ത് ലെറ്റർ D then S FSD ഉള്ളതായിരിക്കും. അപ്പോൾ ഓരോ ഓപ്ഷനുകളിൽ ഇതങ്ങോട്ട് മാർക്ക് ഇത് അവോയ്ഡ് ചെയ്യുക. ഇനി FSD ഇതും കൂടി ചെക്ക് ചെയ്യാം. ജസ്റ്റ് എക്സാമിലേക്ക് വരുമ്പോൾ ആ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഇനി +2 22 11 ഇനി അടുത്ത 4 + 2 6 അതായത് FKT 20. ഇപ്പോൾ FSD TK 2022 +2 ആണ്. FSD VKF. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ പാറ്റേൺ കറക്റ്റ് ഹാഫ് ഈ ഒരു ഓർഡറിൽ +1 ഈ ഒരു ഓർഡറിൽ +2. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൺ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി. ഓക്കെ, 6 വേർഡ്സ് ഉണ്ട്. ഈ ഒരു 6 വേർഡ്സ് ഇതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി അപ്പിയറൻസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ 3 6 3 4. ഇനി 4 ഉള്ള ആദ്യം 4 ആണ് വരുന്നെങ്കിൽ ഓരോ ഓപ്ഷനുകളിൽ അതങ്ങ് മാർക്ക് ചെയ്യുക. 6 ആണെങ്കിൽ ഒരു ഓപ്ഷനുകളിൽ, 3 ആണെങ്കിൽ ജസ്റ്റ് ആ 2 ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്ത് പോകുക. അതെ, ഇനി ഇവിടെ നോക്കിയോ ഫസ്റ്റ് 3 4 6 അതിൽ ഏതാണെന്ന് നോക്കാം. 3 4 തമ്മിൽ കമ്പയർ ചെയ്യാം. PUR കോമൺ ആണ്. കഴിഞ്ഞിട്ട് അതായത് 4 കഴിഞ്ഞിട്ട് 3 വരുള്ളൂ. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻ. ഇനി 4 ഉം 6 ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. 4 ഉം 6 ഉം തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് 3 4 4 ആണ്. ഇനി 4 ഉം 6 ഉം തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതേ PU എസ് നമുക്കറിയാം 19 ആണ്, R 18 ആണ്. അപ്പോൾ 4 കഴിഞ്ഞിട്ട് ഏത് വരുള്ളൂ? 6 വരുള്ളൂ. അപ്പോൾ 4 ഉള്ള ഓരോ ഓപ്ഷനിൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ 4 3 2 1 6 5 4 3 2 1 6 5. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 3 statements are given followed by 3 conclusions numbered 1 2 and 3 assuming the statements to be true even if they seem to be at a variance with the commonly known facts. Decide which of the conclusion logically follows from the statements. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ക്യാൻസ് ആർ ഡോഗ്സ്. അപ്പോൾ ഈ ഓൾ എന്നൊരു കൺസെപ്റ്റ് എങ്ങനെ ഡയഗ്രത്തിൽ സൂചിപ്പിക്കണം? ഓൾ ക്യാൻസ് ആർ ഡോഗ്സ്, എല്ലാ ക്യാനും ഡോഗ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാനിൻ്റെ സർക്കിള്, ആ എല്ലാ ക്യാനും എന്താണ്? ഡോഗ്സ്. എല്ലാ ക്യാനും ഡോഗ് എന്നുള്ള സർക്കിളിലെ. അപ്പോൾ എല്ലാ ക്യാനും ഡോഗ്, അല്ലെങ്കിൽ ഡോഗിൻ്റെ കുറച്ച് പോർഷൻ എന്താണ്? ക്യാനാണ്. ഇനി നെക്സ്റ്റ് സം ഡോഗ്സ് ആർ റാറ്റ്സ്, കുറച്ച് ഡോഗ്സ് റാറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോഗിൻ്റെ കുറച്ച് പോർഷൻ ക്യാനുമായിട്ട് കണക്ഷൻ പറഞ്ഞിട്ടില്ല, അത് റാറ്റ്. അതായത് ഈ ഒരു പോർഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് സം റാറ്റ്സ് ആർ ആപ്പിൾസ്, കുറച്ച് റാറ്റ് ആപ്പിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റാറ്റിൻ്റെ കുറച്ച് പോർഷൻ ക്യാനുമായിട്ടും ഡോഗുമായിട്ടും കണക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി കൺക്ലൂഷൻ ഫോളോ ചെയ്യണം നോക്കാം. നോ ക്യാൻസ് ആർ ഡോഗ്സ്, ഒരു ക്യാനും ഡോഗ് അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്യാനും ഓൾറെഡി എന്താണ്? ഡോഗാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്, അല്ലെങ്കിൽ ഡോഗും ക്യാനും തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. ഇനി സം റാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ്, കുറച്ച് റാറ്റ് ഡോഗ് ആണെന്നുള്ളൊരു കണക്ഷൻ ഇവിടെ കിട്ടും, ബാക്കിയല്ല. അതായത് റിമൈനിങ് പാർട്ട് ഓഫ് റാറ്റും ഡോഗും തമ്മിൽ റിമൈനിങ് പാർട്ട് ഓഫ് റാറ്റ് നോ ഡാറ്റയാണ്, ഡാറ്റ ക്ലിയർ അല്ല. അപ്പോൾ അതും പറയാൻ പറ്റത്തില്ല. റാറ്റിൻ്റെ കുറച്ച് പോർഷൻ ഡോഗാണ്, റിമൈനിങ് പാർട്ടിനെ പറ്റി ഒന്നും ക്ലിയർ അല്ല. ഇനി അടുത്തത്, അപ്പോൾ ഇത് റോങ് ആണ്. ഇനി സം ആപ്പിൾസ് ആർ റാറ്റ്സ്, കുറച്ച് ആപ്പിൾസ് റാറ്റാണ്, അതായത് ഈ ഒരു പോർഷനാണ് റെപ്രസെൻറ്റ് ചെയ്യണം.
സം ആപ്പിൾസ് റാറ്റ്സ്. അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ ഫോളോ ആണ്, only 3 ആണ്. only 3 follows ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ലെറ്റർ ക്ലസ്റ്റർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. HS, PK, XC, FU. ശരി, 2 ടൈം ചെയ്തുള്ള സീരീസാണ്. അപ്പോൾ ഇവിടെ നോക്കിയോ, ഇത് ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ നമുക്കറിയാം ഈ HS, PK, XC, FU ഇതൊക്കെ ഓപ്പോസിറ്റ് പെയറാണ്. ഫസ്റ്റ് എച്ചിന് ഓപ്പോസിറ്റ് നമുക്കറിയാം ആൽഫബറ്റിൽ തന്നെ S ആണ്. അതേപോലെ Pക്ക് ഓപ്പോസിറ്റ് K ആണ്. ഇനി അതേപോലെ Tക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് G ആണ്. അങ്ങനെയൊക്കെ. അപ്പോൾ Xന് ഓപ്പോസിറ്റ് C ആണ്. അതായത് ABC എക്സെട്ര Z. ദെൻ അഗൈൻ അവിടുന്ന് ABC എക്സെട്ര XY Z. അപ്പോൾ AZ ഓപ്പോസിറ്റ്, BY ഓപ്പോസിറ്റ്, CX അല്ലെങ്കിൽ Aക്ക് ഓപ്പോസിറ്റ് Z ഇങ്ങനെ വരും. ഇനി Dക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ W, ഇനി Gക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ T അതേപോലെ വരും. ഇനി അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ നോക്കിയേ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രം നോക്കുക, ബാക്കിയെല്ലാം ഓപ്പോസിറ്റ്. HS ഓപ്പോസിറ്റ് ആണ്, PK ഓപ്പോസിറ്റ്, XC, FC, FU ഇത് ഓപ്പോസിറ്റ് ആണ്. ഇനി H നമുക്കറിയാം 8th നമ്പറാണ്, P16, X 24, F 6 അല്ലേ? ഇനി ഇവിടെ ഡിഫറൻസ് നോക്കിയേ, 8 പ്ലസ് ആയി, ഇവിടെ 8 പ്ലസ് ആയി. ഇനി 24 + 8 ആണ് 6. നമുക്കറിയാം 24, 25, 26 ആൽഫ. പിന്നെ വീണ്ടും 1, 2, 3, 4, 5, 6. അതായത് ഇസഡിൽ അവസാനിച്ച് വീണ്ടും ABCD. ഇത് 1, 2, 3, 4, 5, 6, 7, 8. ഇപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 8 ആണ്. ഇനി ഇവിടെ 8 പ്ലസ് ചെയ്യുക, 6 + 8 14th. 14th ലെറ്റർ N ആണ്. എന്നിന് ഓപ്പോസിറ്റ് വന്നത് M. ഓക്കെ, എന്നിന് ഓപ്പോസിറ്റ് അതായത് HS, PK, XC, FU. അടുത്ത ടൈം ഏതാണ്? NM. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ 5th letter cluster in the same way as the 2nd letter cluster is related to the 1st letter cluster and the 4th letter cluster is related to the 3rd letter cluster. പ്രീവിയസ് ചെയ്ത പോലെ തന്നെ ഇതേപോലെ കണക്ഷൻ. ഓക്കെ, ഇത് നോക്കാം. ശരി, ഇവിടെ നോക്കിയോ, MUZHIK അല്ലേ? അതെങ്ങനെ കോഡ് ചെയ്തിരിക്കണം? KVXIGI. കറസ്പോണ്ടിങ് നമ്പർ 13, 21, 26, 8, 9, K11. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ കണക്ഷൻ നോക്കിയേ. -2. ഇനി 21, 22 +1. ഇനി 26, 24 -2. 8 + 1 9. 9 -2. ഇനി 11 -2 9. അപ്പം -2 + 1 -2 + 1 -2 -2 ഇറഗുലർ ആണ്. ഇനി ഇവിടെ +1 വന്നത് യുവിന് വന്നിട്ടുണ്ട്, പ്ലസ് യുവിന് വന്നിട്ടുണ്ട്, എച്ചിന് വന്നിട്ടുണ്ട്. ഇനി വവ്വൽസ് ആണോ എന്ന് ചോദിച്ചാൽ യു വവ്വലാണ്, പക്ഷേ എച്ച് വവ്വലല്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുക. ആദ്യത്തെ ലെറ്റർ -2, സെക്കൻഡ് ആണ് +1, ലാസ്റ്റ് ആണെങ്കിൽ -2. ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ആയിരിക്കും. എന്താ അടുത്ത് നോക്കാം. QUACKY. Y25, K11, 31, 21, 70 അല്ലേ? ഇവിടെ എന്താണ്? -2, 15. ഓ, ഇനി അടുത്ത് ഇനി +1, -2, +1, -2, +1, -2, -2. 23, 23rd ലെറ്റർ 11. അടുത്ത 9, അടുത്ത 4. then again 1 -2 അതായത് A, then -2 Y വരും. ഇനി അത് എന്ന് റിവേഴ്സ് ചെയ്യുക, റിവേഴ്സ് -2 അതായത് XY. ഇനി അതുകൊണ്ട് ഇനി അടുത്തത് 21 + 1 22 അല്ലേ? ഇനി 15 O ആണ്, D, 9th ടൈം I, 23rd W അല്ലേ? OVYDIW ആ ഒരു പാറ്റേൺ. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? -2 + 1 -2 + 1 -2 -2.
-2 +1 -2 +1 -2 -2. ശരി, ഇനി അടുത്ത നമുക്ക് ഏത് ടൈമാണ് വേണ്ടത്? ZEBK, ZEBECK, K11 C3 5 2 5 Z. ഇവിടെ എന്താണ്? -2 +1 -2 +1 -2 -2. 11 -2 എത്ര വരും? 11 -2 9. 9th ടൈം ഐ ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇത് 2 അവോയ്ഡ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഡേ നോക്കി 26 -2 24, അത് എക്സ്. ഇനി 5 + 1 6, 2 -2 0 അല്ല, 2 -2 2 -2 ABZ വരും. ദെൻ റിവേഴ്സിൽ വരും. AB അല്ലേ, AB2 -2 Z -1 -2. ദെൻ അഗെയിൻ Z 6 ഡേ എക്സ് എഫ് ഇസഡ്. ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക. SFZ FAI. ഓക്കെ, ചെക്ക് ചെയ്യാം. 5 + 1 6 F, 3 -2 1 A, then again I. Okay, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following terms will replace the question mark in the given series? അല്ലേ? ഓക്കെ, അടുത്തൊരു സീരീസാണ്. ഓരോ ടൈമിലും 4 വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ QCSD. ഇനി ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ടൈം Q ആണ് 17. ഈ ഒരു ടൈം വേണം W23, Z26, C3. ജസ്റ്റ് ഡിഫറൻസ് നോക്കിയാൽ 3. ഇവിടുത്തെ ഡിഫറൻസ് 3 തന്നെയാണ്. 26 ഇതിന് ABC ഡിഫറൻസ് 3. ഇനി 27 23 ഡിഫറൻസ് 6 ആണ്. അപ്പം -3 ഇവിടെ -3. 20th ടൈം T വരും. T ഉള്ള ഓരോ ഓപ്ഷനുകളിൽ അത് മാർക്ക് ചെയ്യുക. TERB ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. C3 ആണ്. G7 I9 K11 I9 K11. 9 + 2 ആണ്. ഇവിടെ ഡിഫറൻസ് 2 ആണ്. 3 + 2 5, 5 + 2 7. അപ്പോൾ 5th ടൈം ഏത് വരും? 5th ടൈം E അല്ല. ഇനി ഓക്കെ അല്ലേ, ജസ്റ്റ് ആ ഒരു ഓപ്ഷനല്ല. ഇനി അടുത്ത ടൈം ഈ ഒരു രീതിയിലായിരിക്കും, നമ്പറിൻ്റെ കണക്ഷൻ ആയിരിക്കും. 3rd ടൈം S, 3rd ടൈം Q, 3rd ടൈം P, ഇവിടെ 3rd ടൈം O15, P16, 17, 19. അടുത്ത എത്ര ആയിരിക്കും? 18 ആയിരിക്കും. ജസ്റ്റ് ഡിഗ്രി 18th ടൈം R അല്ലേ. അടുത്തത് B ആയിരിക്കും. D4 ലാസ്റ്റ് ടൈം 26, 24, 22. ഡിഫറൻസ് 2 2 2. അപ്പോൾ 4 - 2 2 ആണ്. അത് B ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. Select the correct combination of mathematical signs to sequentially replace the signs and balance the given equation. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ബോർഡ് മാസ്റ്റർ റിലേറ്റഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സിന് ചേഞ്ച് ഇല്ല. സയൻസ് 14 - 1 ഈ ഒരു സൈൻ ഇതിലേക്ക് ചെയ്യാം. ഇനി ഡിവൈഡ് 15 നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു 1/15 ഇൻറ്റു 75 ദെൻ +21 = 30 വരുമെന്ന് നോക്കാം. ഓക്കെ അല്ലേ. 30 ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനി 1575 കട്ട് ചെയ്യാൻ നേരത്തെ 5 ടൈംസ് 5 × 1 5. ബോർഡ് മാസ്റ്റർ റൂൾ അപ്ലൈ ചെയ്യുക. 5 14 - 5 +21. 21 + 14 എത്ര വരും? 21 + 14 21 + 10 31 30 34 34 34 35 21 + 14 35 35 - 5 30. ഫസ്റ്റ് ഓപ്ഷൻ മൈനസ് ഡിവൈഡ്. അപ്പോൾ ഇവിടെ മൈനസ് ഡിവൈഡ് ഇൻറ്റു പ്ലസ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 8 people A, B, C, D, E, F, G and H are sitting in a straight line facing north. Only 3 people sit to the left of A, B sit straight to right of A. Only 4 people sit between B and D,
F sit to the immediate right of G. C does not sit at any of the extreme ends of the line. E sit at the one of the position to the right of H. How many people sit between H and A? ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് പൊസിഷൻ അല്ലേ ചോദിച്ചിരിക്കണത്, എത്ര പേരുണ്ടെന്ന്. ഇതേ ഓപ്ഷൻ നോക്കിയാൽ 2, none, 3, 4. അപ്പോൾ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, അപ്പോൾ എത്ര പേരുണ്ട്? 8 പീപ്പിൾ ഉണ്ട്. അവരെങ്ങനെ ഫേസ് ചെയ്ത് സിറ്റിങ്ങിൻ്റെ ലൈൻ ഫേസിങ് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇവരാണ് 8 പേര്. ആണ് ആ ലൈൻ 1, 2, 3, 4, 5, 6, 7, ദെൻ ലാസ്റ്റ് 8 അല്ലേ? ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കാം. ഇനി നോർത്തിലേക്ക് ഫേസ് ചെയ്യണമെന്ന് പറയുന്ന നേരത്ത് സൗത്തിലിരിക്കുക, അതായത് അപ്പോൾ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ സൗത്തിലിരുന്നാലേ നോർത്തിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നോർത്തിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സൗത്തിലേക്ക്, ഇത് സൗത്ത് പൊസിഷൻ, ഇത് ഈസ്റ്റ്. ഇനി സൗത്തിലിരിക്കുന്ന ആളാണ് നോർത്തിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റുക, നോർത്തിലേക്ക്. ഇനി ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡും ആയിരിക്കും. അതായത് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കാൻ നേരത്ത് ഇത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ശരി, ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺലി 3 പീപ്പിൾ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. എയ്ക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് 3 പേരുകൾ. അപ്പോൾ എ ഇവിടെ പ്ലേസ് ചെയ്താൽ മാത്രമേ 1, 2, 3. എയുടെ കൺഫേം പൊസിഷനാണ് ഇത്. ഇനി എയുടെ ലെഫ്റ്റിലേക്ക് 3 പേരുകൾ. അതാണെന്ന് അറിയില്ല. ഇനി നോക്ക്, ബി സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. എ കഴിഞ്ഞാൽ തേർഡ് റൈറ്റ് സൈഡ് നമുക്കറിയാം, ഇതാണ് റൈറ്റ് സൈഡ്. തേർഡ് റൈറ്റ് ആണ് ബി. 1, 2, 3. ബി സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. ഓൺലി 4 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബിക്കും ഡിക്കും ഇടയ്ക്ക് 4 പേരുണ്ട്. അപ്പോൾ ബി ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇങ്ങോട്ടായിരിക്കും ഡിയുടെ പൊസിഷൻ. 1, 2, 3, 4. ഡിയുടെ പൊസിഷൻ കൺഫേംഡ് ആണ്. ഇനി ബിക്കും ഡിക്കും ഇടയ്ക്ക് 4 പേര്. 1, 2, 3, 4. ഓക്കെ അല്ലേ? ഇനി എഫ് സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി. എഫ് ഇരിക്കുന്നത് ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ജി വെച്ചാൽ ഇമ്മീഡിയറ്റ് റൈറ്റ് ഡി ആയി, ഇവിടെ ജി ആണെങ്കിൽ എ ആയി. ഇനി ഇവിടെ ജി വെക്കാൻ പറ്റത്തില്ല, റൈറ്റ് സൈഡിലേക്ക് ആരുമില്ല. ഇനി ആ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. എഫ് സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി. ജി ഇവിടെ വെച്ചാൽ ഇത്. ഇപ്പം ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്? എഫ് ഇരിക്കുന്നത്. എഫ് സിറ്റ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജിയുടെ റൈറ്റ് സൈഡിൽ എഫ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ മാത്രമേ ജി എഫ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് സി ഡസ് നോട്ട് സിറ്റ് അറ്റ് എനി ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എൻഡിലല്ലാത്ത ഇനി ഒറ്റ പൊസിഷനുകൾ. അപ്പോൾ സിയുടെ പൊസിഷൻ കൺഫേം ആയി. ഓക്കെ, ഇനി ഇതിനകത്ത് റിമൈനിങ് ആയിട്ടുള്ള ആരെ? എ, ബി, സി, ഡി ആയി. ഡി, ഇ ഉണ്ട്. ഇ വന്നിട്ടില്ല. ഇ, എഫ്, ജി, ഇനി എച്ച്. ഇ എച്ചും ആണ് ഇതിനകത്ത് ഉള്ളത്. ഇനി വരാനുള്ളത് ഇ ആൻഡ് എച്ച് ആണ്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ഇ സിറ്റ് അറ്റ്, ഇനി ഇ യു എച്ച് എന്തായാലും ഈ 2 എൻഡിലായിരിക്കും. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഇ സിറ്റ് അറ്റ് വൺ ഓഫ് ദ പൊസിഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് എച്ച്. എച്ചിൻ്റെ റൈറ്റ് സൈഡിൽ ആര് വരുള്ളൂ? ഇ വരുള്ളൂ. അപ്പം ഇവിടെ എച്ച് വന്നാൽ മാത്രമേ ഇനി ഇതാണ് ഇയുടെ പൊസിഷൻ അല്ലേ? ഇവിടെ ഇ വന്ന എന്താ പ്രശ്നം? എച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായി പോകും ഇ. അപ്പോൾ എച്ച്, ഡി, സി, എ, ജി, എഫ്, ബി, ഇ. ഇതാണ് ഇവരുടെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. ഇനി എന്താ? ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എച്ച് ആൻഡ് എ. എച്ചിനും എയ്ക്കും ഇടയ്ക്ക് 2 പേരാണ്. അത് ഡി ആൻഡ് സി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഡയഗ്രം ഇതാണ് എച്ച്, ഡി, സി, എ, ജി, എഫ്, ബി, ഇ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൻ സീരീസ്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു നമ്പർ സീരീസ് ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ 416, 341, 276, 176, 141, 116. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. 416, 341, ഡിഫറൻസ് 5, 7, 75 അല്ലേ? ജസ്റ്റ് ഇവിടുത്തെ ഡിഫറൻസ് 75. ദെൻ അഗെയിൻ നെക്സ്റ്റ് ഡിഫറൻസ് 341, 276, ഡിഫറൻസ് 5, 13 അല്ലേ? 3 അല്ലേ? 3 ആണെങ്കിൽ 6, 65 ഡിഫറൻസ്. ഇനി ജസ്റ്റ് ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയാൽ 176, 141, ഡിഫറൻസ് 5, ദെൻ അഗെയിൻ 3, 35. ദെൻ അഗെയിൻ ജസ്റ്റ് ഈ ഡിഫറൻസ് 141, 116. എത്ര വരും ഡിഫറൻസ്? 16, 24, 25 വരും ഡിഫറൻസ് അല്ലേ? അപ്പോൾ 75, 65, 35, 25. അപ്പോൾ ഈ ഒരു ടേമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയേ
ഈ രണ്ട് ഡിഫറൻസ്, ഇത് ഇവിടെ ഇനി രണ്ട് ഡിഫറൻസ് വരുന്നത് 276 ഇവിടെ വരുന്ന നമ്പർ, ഇനി ആ നമ്പരും 176 രണ്ട് ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് വരുന്നത് കണ്ട 75 -10 ആണ്. ഇനി ഇവിടെ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് കണ്ട -10 ആണ്. അപ്പോൾ 65 -5 -10 എത്ര വരും? 55. ഇനി 55 -5 45, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 75 65 45 55 45 35 25. ആ ഒരു കണക്ഷൻ കിട്ടുമോ നോക്കാം. 276 -55 എത്ര വരും? 1 2 221. ഓക്കെ 221 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ കിട്ടി 221. ഇനി ആ 221 എന്തുമായിട്ട് ഫോളോ? 221 -45 എന്ത് കിട്ടണം? 176. 221 -45 അതായത് 6 then again 7 176. ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ എന്താണ്? 221, ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 75 65 55 45 35 25. ശരി, സിമ്പിളാണ്. 8 people are sitting in 2 parallel rows with 4 people each in such a way that 3 is equal distance between adjacent person and people of one row are facing the people of other row. ഓക്കെ അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. റോയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ റോ 1 6 7 8 and 9 are seated and all of them are facing south. Again row 2 1 2 3 and 4 are seating and all of them are facing north. അപ്പോൾ റോ 1ൽ ആരൊക്കെ ഇരിക്കണത്? 6 7 8 9 അവർ സൗത്തിലേക്ക് ഫേസ് ചെയ്യാണ്. ഇനി ഇവർ റോ 2ൽ 1 2 3 4 അവരെങ്ങോട്ട് ഫേസ് ചെയ്യണം? നോർത്തിലേക്ക് ഫേസ് ചെയ്യണം അല്ലേ? ഇനി 9. ഓക്കെ ഇനി അടുത്ത കണ്ടീഷനാണ്. ഓക്കെ അപ്പോൾ റോ 1 റോ 2 ഇത് റോ 1 അവർ ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെയാണ്. റോ 2 1 2 3 4 പീപ്പിൾ 1 2 3 4 അല്ലേ? ഇനി ഇവിടെ ഇരിക്കുന്നത് റോ 1ൽ ഇരിക്കുന്നത് 6 7 8 9 ഇവിടെ ആണെങ്കിൽ 1 2 3 4. ഇവിടെ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ ഇതല്ല അറേഞ്ച്മെൻറ്റ് നോക്കണം. ഇനി ഇവരെങ്ങോട്ടാണ് ഫേസ് ചെയ്യണം? ഇവർ എങ്ങോട്ട് സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക്. ഇവർ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണം. ഇനി ഇവരാ ഈ റോ 2ൽ ഇരിക്കണവർ നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കണം, ഫേസിങ് നോർത്ത്. ഫസ്റ്റ് റോ സെക്കൻഡ് റോ. ഓക്കെ അല്ലേ? ഇനി 9 സിറ്റ് നെക്സ്റ്റ് ടു ദ പേഴ്സൺ അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ്. ഒക്കെ അറിയാം സൗത്തിലേക്ക് ഫേസ് ചെയ്യണ കേസ് നോക്കിയായിരുന്നു. ഇത് ലെഫ്റ്റ് സൈഡ്, ഇതെന്തായിരിക്കും? ഇത് റൈറ്റ് സൈഡ്. ഇനി നോർത്തിലേക്ക് ഫേസ്, അതായത് ഇവിടെ ഇരിക്കണത് സൗത്തിലിരിക്കണവർ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നത്. ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡും. ഇനി നോർത്തിലിരിക്കുന്നവർ സൗത്തിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്ത് ഇത് ലെഫ്റ്റ് സൈഡ്, നേരെ റിവേഴ്സ്, ഇത് ലെഫ്റ്റ് സൈഡ് ഇത് റൈറ്റ് സൈഡ്. ഓക്കെ അല്ലേ? ഇനി 9 സിറ്റ് നെക്സ്റ്റ് ടു ദ പേഴ്സൺ അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ദെയർ റോ. അതായത് 9 ഏത് റോയിലാണ് വരുന്നത്? ഫസ്റ്റ് റോയിലാണ് വരുന്നത്. അപ്പം 9 ഇരിക്കണത് ആ റോയിൽ, അതായത് 9 ഇരിക്കുന്ന റോയിൽ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് നെക്സ്റ്റ് ടു ദ പേഴ്സൺ അറ്റ് ദ 9 സിറ്റ് നെക്സ്റ്റ് ടു ദ പേഴ്സൺ അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ്. അപ്പോൾ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്ന നേരത്ത് ഈ റോ 1ൽ ഇരിക്കണവർ സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന എക്സ്ട്രീം ലെഫ്റ്റ് ഇരിക്കുന്ന ആളുടെ തൊട്ടടുത്ത്, അതായത് 9ൻ്റെ പൊസിഷൻ കൺഫേം ആണ്. ഈ ഒരു പൊസിഷൻ അതായത് എക്സ്ട്രീം ലെഫ്റ്റ് റോ 2ൽ ലെഫ്റ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡിൽ തൊട്ടടുത്തിരിക്കുന്നത്. ഇനി ആൻഡ് ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു 4. അപ്പോൾ 4 ആണ് ഇവിടുത്തെ പൊസിഷൻ. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു 4. അപ്പോൾ 9 ഓപ്പോസിറ്റ് 4 റൈറ്റ്. 9 ഓപ്പോസിറ്റ് ആരാണ്? 4 ആണ്. ഇനി 3 സിറ്റ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ദെയർ റോ. 3 എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിലാണ്. അപ്പോൾ 3യുടെ പൊസിഷൻ കൺഫേം ആയി. അപ്പോൾ 3ഉം 4ഉം പോയി, ഇവിടുന്ന് 9. ഇനി ആൻഡ് 2 ഈസ് ഹിസ് ഇമ്മീഡിയറ്റ് നെയ്ബർ. അപ്പോൾ 2ഉം കിട്ടി, 2ൻ്റെ പൊസിഷനും കൺഫേം. ഇനി ആരായിരിക്കും? ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഇവരുടെ അറേഞ്ച്മെൻറ്റ് 3 2 4 1 റോ 2 ആയി. ഇനി എന്താ ചോദിച്ചിരിക്കണം? ഹൂ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ റോ ഫേസിങ് നോർത്ത്. അപ്പം നോർത്തിലേക്ക് ഫേസ് ചെയ്യണ റോയിൽ നമുക്കറിയാം നോർത്തിലേക്ക് ഫേസ് ചെയ്യണത് റോ 2 ആണ് അല്ലേ? റോ 2 ആണ്. അതിൽ ഹൂ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ റോ ഫേസിങ് നോർത്ത്. എക്സ്ട്രീം റൈറ്റ് എൻഡിൽ ആരാണ്? 1 ആണ് അല്ലേ? 1 ആണ്. ഇനിയിപ്പോൾ 3 2 4 പോയ റിമൈനിങ് ആയിട്ടുള്ളത് 1 ആണ്. മൊത്തം 4 പേര് ഫേസിങ് നോർത്ത്. അത് 1, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ശരി. ഓക്കെ ഇതൊക്കെയായിരുന്നു ആ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്.
ഇതോടെ ഈ സെക്ഷൻ മൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.